മനുഷ്യത്വമുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. ഈ സംഭവം നടക്കുന്നത് തലശ്ശേരിയിലാണ്. തലശ്ശേരിയിൽ നിന്നും ഒരു ഞെട്ടിക്കുന്ന ദൃശ്യം എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു വികലാംഗനായ 35 വയസ്സുള്ളൊരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ സമീപവാസി റോഡിന് സ്ഥലം വിട്ട് നൽകാത്തതിനെ തുടർന്ന് ആശുപത്രിയിൽ പോകാൻ പോലും ഇഴഞ്ഞ് ഓട്ടോയിൽ കയറുന്ന ദൃശ്യങ്ങൾ അതാണ് പ്രേക്ഷകർ കാണുന്നത്. തലശ്ശേരിക്കടുത്ത് വടക്കുംപാട്ടെ ഗണേഷാണ് ഇത്തരത്തിലൊരു ദുരവസ്ഥ അനുഭവിക്കുന്നത്. ജന്മനാൽ മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തിയാണ്. അതുകൂടാതെ വികലാംഗനാണ്. മഴക്കാലത്ത് ചെളിവെള്ളത്തിലൂടെ ഇഴഞ്ഞ് ഒരു മനുഷ്യൻ ഓട്ടോറിക്ഷയിൽ കയറുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുമ്പോൾ ഇത്രത്തോളം മറ്റൊരാളുടെ വേദനയിൽ അലിയാത്ത കട്ടിയുള്ള മനസ്സാണോ ഈ മനുഷ്യർക്ക് എന്ന് നമ്മൾ അറിയാതെ ചോദിച്ചു പോകും. ഇതിപ്പോൾ വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിലാണ് സമീപവാസിയായ കള്ളുഷാപ്പ് ഉടമ സ്ഥലം വിട്ട് നൽകാത്തത് എന്നാണ് കേൾക്കുന്നത്. ഒരു ഓട്ടോറിക്ഷ മാത്രം കടന്നു പോകാനുള്ള സ്ഥലം മാത്രം അനുവദിച്ചാൽ മതിയെന്ന് ബന്ധുക്കളും നാട്ടുകാരും നിരന്തരം ഇദ്ദേഹത്തോട് ആവശ്യപ്പെട്ടുവെങ്കിലും ഏത് ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാലും സ്ഥലം വിട്ട് നൽകില്ല എന്ന വാശിയിലാണ് ഇദ്ദേഹം. ആരോടോ ഉള്ള വൈരാഗ്യം ഈ പാവത്തോട് എന്തിനു കാണിക്കുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത്. ബന്ധുക്കൾ ജില്ലാ കളക്ടർക്കടക്കം പരാതി നൽകി, പക്ഷേ അത് എങ്ങും എത്തിയില്ല എന്നിവർ പറയുന്നു. എവിടെയും തനിക്ക് സ്വാധീനമുണ്ട് എന്ന് പറഞ്ഞാണ് ഈ മദ്യ മുതലാളിയുടെ നടപ്പ്. അതും ഇഴഞ്ഞു നടക്കുന്ന ഒരു വ്യക്തി, ഒരു വികലാംഗനോട്, അദ്ദേഹത്തെ മോശപ്പെടുത്തി പറയുന്നതല്ല, അങ്ങനെയുള്ളവരോട് നമുക്കെല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും ഒരു അനുകമ്പ ഉണ്ടാവുക സാധാരണമാണ്. പക്ഷെ അത്തരത്തിൽ പോലും അനുകമ്പയില്ലാതെ ഈ ഒരു പാവത്തിനോട്, അതും ഈ മഴക്കാലത്ത് നമുക്കറിയാം, മഴയിൽ നമ്മളൊന്ന് നനയുമ്പോൾ തന്നെ എത്രമാത്രം ബുദ്ധിമുട്ടാണ് നമുക്കൊക്കെ അനുഭവപ്പെടുന്നത്. അപ്പോൾ ചെളിവെള്ളത്തിലൂടെ ഇഴഞ്ഞു നീങ്ങി ഒരു ആശുപത്രിയിൽ പോവുക എന്ന് പറഞ്ഞാൽ പിന്നീട് ഡ്രസ്സുമൊക്കെ എന്തായാലും ചീത്തയായിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. ആ വേഷത്തോടെ ആയിരിക്കും അയാൾക്ക് ഡോക്ടറെ അടുത്ത് പോയിരിക്കേണ്ടത്. ഇത് കൺമുന്നിൽ കണ്ടിട്ട് പോലും ഒരല്പം പോലും അലവില്ലാതെ എന്തുകൊണ്ടാണ് ഈ സമീപവാസി ഇങ്ങനെ പെരുമാറുന്നത് എന്ന ചോദ്യം ചോദിച്ചു പോവുകയാണ് ദൃശ്യം കാണുമ്പോൾ. ഓർക്കണം, ഇത് നടക്കുന്നത് തലശ്ശേരിയിലാണ്. നമ്മുടെ സ്വന്തം മുഖ്യമന്ത്രിയുടെ സ്ഥലമായ കണ്ണൂരാണ് ഇത് നടക്കുന്നത്. എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് പെടുത്താൻ പറ്റുന്നില്ല എന്നതാണ് മറ്റൊരു ചോദ്യം. തന്നെയല്ല, കളക്ടർക്ക് ഈ പരാതി കൊടുത്തിട്ടും അവിടെ നിന്ന് ആ പരാതി കാര്യമായിട്ടൊന്നും മുന്നോട്ട് നീങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോഴും ഇദ്ദേഹം പറയുന്ന ആ സ്വാധീനം ശരിയാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് എല്ലായിടത്തും സ്വാധീനമുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ കൊണ്ട് പരാതി കൊടുക്കൂ, ഞാൻ ഒന്നും സംഭവിക്കില്ല എന്ന ഒരു ധാർഷ്ട്യത്തോടെ നിൽക്കുന്ന ഒരു വ്യക്തി, ഒരു ഇഞ്ച് പോലും മാറാൻ ശ്രമിക്കാത്തൊരു വ്യക്തി. അപ്പോൾ അദ്ദേഹം പറയുന്നതിൽ എന്തെങ്കിലും ഇല്ലേ എന്ന് നമ്മൾ നാച്ചുറലി ചോദിച്ചു പോകും. എന്തായാലും ഈ ഒരു പാവത്തിൻ്റെ ഒരു അവസ്ഥ, ഒന്നുകിൽ അവിടെയുള്ള ജനപ്രതിനിധികൾ ഇടപെടുക, അല്ലെങ്കിൽ അധികാരികൾ, ഇവർ കളക്ടർക്ക് പരാതി കൊടുത്തു എന്ന് പറഞ്ഞു, അധികാരികളുടെ ശ്രദ്ധയിൽ ഒന്നുകൂടി പെടുത്തുക, അത് വേണ്ട വിധത്തിൽ ചെയ്യുക. മനുഷ്യത്വം എന്ന് പറയുന്നത് ഏത് വലിയ ഉന്നത സ്ഥാനത്ത് ചെന്നിരുന്നാലും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട അടിസ്ഥാനപരമായ ഒരു നല്ല ഒരു വികാരമാണ്. അത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇനി എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇത്തരക്കാരെ സഹായിക്കാനാണ് നമ്മുടെ സംവിധാനങ്ങളും ജനപ്രതിനിധികളും ഒക്കെ ആദ്യം മുന്നോട്ട് വരേണ്ടത്. ഏതെങ്കിലും ഒരു ജനപ്രതിനിധിയുടെ ശ്രദ്ധയിൽ ഇത് പെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അധികം വൈകാതെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ പരാതിക്ക് ഒരു പരിഹാരം ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് കർമാനസ്.